നമസ്കാരം. ഗാനാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് അബി വേങ്ങരയാണ്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചല്ലോ. ഓക്കെ. അബി ഒരു പ്രോഗ്രാമറാണ് എന്നറിയാം. ഇവിടെ ഒത്തിരി പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രൊഫഷൻ? എന്താണ്? ഞാൻ ആക്ച്വലി മീഡിയ ബേസ്ഡ് ആണ്. അപ്പം ഞാനിപ്പോഴും ഒരു മീഡിയ പ്രൊഡക്ഷൻ ഹൗസിലാണ് ഉള്ളത്. പിന്നെ അല്ലാതെ ഞാനൊരു വോയിസ് ആർട്ടിസ്റ്റാണ്. ഇവിടുത്തെ പിന്നെ ഒട്ടുമിക്ക വേദികളിലും ഇവിടെ പാടിയിട്ടുണ്ട്. സിംഗറാണ്. പിന്നെ VJ ആയിരുന്നു. ഇതുപോലെ ഞാനും ഒന്ന് രണ്ട് ഷോസൊക്കെ, ഒന്ന് രണ്ടെന്നല്ല, ഞാൻ ഒരു ചാനലിൽ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ ഞാൻ RJ ആയിരുന്നു. അങ്ങനെ മീഡിയ ഫീൽഡ് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവൻറ്റ് മേക്കറാണ് ആക്ച്വലി. പിന്നെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് കൊണ്ടുവരാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഒരു മീഡിയ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് അബിയെ കാണുന്നത്. ഒത്തിരി സന്തോഷം. അങ്ങനെ അബിയായിട്ടൊരു ഇൻ്റർവ്യൂ നടത്താൻ പറ്റുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അബിയുടെ ഒരു പാട്ടിൽ ഒന്ന് തുടങ്ങാം. തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സിംഗർ എന്നുള്ള ലെവൽ ഏതൊരു പാട്ടുകാരനും നമുക്ക് ഒരുപാട് മലയാളത്തിൽ ഒരുപാട് ലെജൻഡായിട്ടുള്ള ഒരുപാട് സംഗീത സംവിധായകരുണ്ട്. അവരുടെ പാട്ടുകൾ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ പാട്ടുകൾ. അപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു എന്നോട് പറയുന്നത് വെച്ചാൽ എനിക്കൊരു 3 സംഗീത സംവിധായകരുടെ പാട്ടുകൾ എപ്പോഴും പെട്ടെന്ന് പാടാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അതിൽ ആദ്യത്തെ ആള് ജോൺസൺ മാഷാണ്. ഓഫ്കോഴ്സ് നമുക്ക് ഭയങ്കര ഇതുള്ള ജോൺസൺ മാഷിന്റെ പാട്ടുകൾ അതൊരു വേറൊരു അത് നമുക്ക് ഏത് മലയാളികൾക്കും നമുക്ക് മനസ്സിൽ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ. അത് ഒരു ഭയങ്കര ഫ്രഷ്, നമുക്ക് എപ്പോഴും മനസ്സിൽ തരുന്ന ഒരു ഏത് സിറ്റുവേഷനിലും നമുക്ക് പിന്നെ ഒരു കേൾക്കാനും ഒരു ഭയങ്കര ഒരു ഫീലാണ്. തീർച്ചയായിട്ടും മാഷുകൾ അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ബാബുക്ക. ബാബുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഈ അടുത്ത് തന്നെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ബാബുക്കാൻ്റെ ഒരു പാട്ട് ഒരു ഇന്നലെ മയങ്ങുമ്പോൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പാടാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ഫോക്ലോർ തിയേറ്റർ സിയാസി ഒക്കെ വെച്ചിട്ട് നല്ല അത് ബാബുക്കാൻ്റെ പാട്ടുകൾ മാത്രമാണ്. പിന്നെയുള്ളത് ഇളയരാജ സാർ. അപ്പം ഞാനെന്തായാലും ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാം. മാതളങ്ങൾ തളിച്ചോടിയിലെ കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ മദകോചരമാർന്നിണപ്രാക്കളില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാ കുളിച്ചോടി വരാ പവിഴം പോ പവിഴാതരം പോ പനിനീർ പൊന്മുകുളം പോ തൊടുശോഭയെ നിറമുന്തിരിത മുഖസൗന്ദര്യമോ പകരുന്നു പവിഴം പോ പവിഴാതരം പോ പനിനീർ പൊന്മുകുളം പോ. ജോൺസൺ മാഷിന്റെ വളരെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും. നമുക്ക് എനിക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ടുകളിൽ ഒരു പാട്ടാണ് ജോൺസൺ മാഷ്. ഒരുപാട് ഇഷ്ടംപോലെ പാട്ടുകൾ മലയാളത്തിലുണ്ട്, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടുകൾ. പക്ഷെ എനിക്ക് എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാബുക്കയുടെ ഒരു പ്രോഗ്രാമിൽ ഇവിടെയായിരുന്നു? ഇവിടെ നമ്മുടെ പണ്ടത്തെ ഫോക്ലോർ തിയേറ്റർ, ഇപ്പം സിയാസി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ലീഡിങ് അതെ ഓർഗനൈസർ ആയിട്ടുള്ള യാസർ ഹമീദ്, അദ്ദേഹത്തിൻ്റെ ഓർഗനൈസ് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു അത്. KK നിഷാദ്, അതുപോലെ തന്നെ പ്ലേബാക്ക് സിംഗർ KK നിഷാദ്, പ്ലേബാക്ക് സിംഗർ ഇവിടെയുള്ള സോണിയ നിസാം, അവരുടെ കൂടെയാണ് എനിക്കും സ്റ്റേജ് ചെയ്യാൻ. ഞങ്ങൾ 3 ആളായിരുന്നു. പിന്നെ മുസ്തഫ ഉണ്ട്, ബാബുഖാൻ്റെ പാട്ടുകൾ മാത്രം പാടുന്ന
ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ഒരു ഗായകനാണ് അദ്ദേഹം, ഹാർമോണിയം വെച്ചിട്ട് പാടുന്നത്. അപ്പോൾ ആ ഒരു ഫുൾ ബാബുക്കന്നെ ത്രൂ ഔട്ട് ഒരു വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു. ബാബുക്കയുടെ പാട്ടുകൾ മാത്രമായിരുന്നു അതിൽ? ബാബുക്കൻ്റെ പാട്ടുകൾ മാത്രമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നൊരു 10-12 ഓർക്കസ്ട്ര, ഇവിടുത്തെ ഏറ്റവും ലീഡിങ് ഓർക്കസ്ട്ര ടീമൊക്കെ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അതും ഇതുപോലെ തന്നെയാണ് തൂവാന തുമ്പികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോൺസൺ മാഷിൻ്റെ മാത്രം ഒരു പാട്ടുണ്ടായിരുന്നു, രാജീവ് രാജീവേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അതിനകത്തും എനിക്ക് പാടാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് സുധീപേട്ടനൊക്കെ ആയിരുന്നു, സുധീപേട്ടനും ചിത്രാരും. അതെ അതെ, ആ പ്രോഗ്രാമിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇപ്പം സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ. അപ്പം മുന്നേയൊക്കെ കുറേ ഇവിടെയുള്ള എല്ലാ സ്റ്റേജുകളിലും നമ്മൾ പോയിട്ട് പാടുമായിരുന്നു. ഇപ്പം കുറേ ആയി, ഞാൻ ജോലി കാര്യങ്ങൾ ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് പിന്നെ അങ്ങനെ സ്റ്റേജിൽ പോകാനുള്ള സമയവും കുറച്ച് കുറവാണ്. അപ്പോൾ ഇനി സ്റ്റേജുകളിലേക്ക് ഇറങ്ങണം എന്തായാലും, തീർച്ചയായും നല്ല നല്ല പരിപാടികളൊക്കെ വരുമ്പോൾ എന്തായാലും ഇറങ്ങണം എന്ന ആഗ്രഹമുണ്ട്. അതെന്തായാലും ഇറങ്ങും. എനിക്ക് അതുപോലെ തന്നെ ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് 1-2 ഭാഗ്യങ്ങളുണ്ട്. അത് എപ്പോഴും ഏത് ഇതിലും ഞാൻ പറയുന്നതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഹാർഡ് കോർ SPB ഫാനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സ്റ്റേജുകളിൽ പാടുന്നത്. അപ്പം എനിക്ക് അദ്ദേഹത്തിന് കൂടെ പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു. ഞാൻ അദ്ദേഹത്തിന് ഇവിടെയല്ല, ബഹ്റൈനിൽ വെച്ചിട്ട് ഒരു ഷോയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പാട്ട് പാടണമെന്നൊക്കെ ആഗ്രഹിച്ചു നിന്ന്. കാരണം നമ്മളെപ്പോലുള്ള ഒരു സാധാരണ ഒരു പാട്ടുകാരന് അദ്ദേഹത്തിന് മുമ്പിലൊക്കെ പാടാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എന്തോ കൂടെ പാടാൻ പറ്റി. അന്ന് മറ്റ് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് നിത്യ ബാലഗോപാൽ ഉണ്ടായിരുന്നു ദുബായിൽ നിന്ന്, സംഗീത ശ്രീകാന്ത് ഉണ്ടായിരുന്നു പ്ലേ ബാക്ക് സിംഗർ, പിന്നെ വിപിൻ സേവ്യർ ഉണ്ടായിരുന്നു, ജുമ്ന ഉണ്ടായിരുന്നു. സാറിന്റെ കൂടെ പാടിയ പാട്ട് ഏതായിരുന്നു? അയ്യോ, അത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്സിഡൻ്റലി സാറിൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷനായിരുന്നു. അപ്പം ഞങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകളായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ തന്നെ 8 പാട്ടുകൾ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവാർഡ് നൽകാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഴ്സ് വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു പാട്ട് പാടണം. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കാട്ടുകുയിലെ പാടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാട്ടുകുയിലെ അദ്ദേഹത്തിൻ്റെ കൂടെ പാടാനൊരു ഭാഗ്യം ഉണ്ടായി. കാട്ടുകുയിലെ മനസ്സുക്കുള്ള പാട്ടുക്കിൻറും പഞ്ചമില്ല പാടത്താ, കവலை തട്ട് തുള്ളിക്കിട്ട് കവலை വിട്ട് കച്ചை കെട്ട് ആടത്താ, എല്ലോരും മൊത്തത്തില് സന്തോഷ വെപ്പത്തില് തള്ളാടും നേരത്തില് ഉല്ലാസ മുഞ്ചത്തില്. അത് ഭയങ്കര രസമായിരുന്നു സ്റ്റേജൊക്കെ ഷെയർ ചെയ്യുന്നത്. അല്ല, ഞാൻ ആകാശത്തിലല്ല ഭൂമിയിലല്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു എന്നെ സംബന്ധിച്ചോളം. കാരണം വെച്ചാൽ ഇത് സ്വപ്നമാണോ, ഇപ്പം നമ്മളെ തന്നെ നുള്ളി നോക്കുന്നൊരവസ്ഥയാണ്, മനസ്സിലായില്ല. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പല്ലവി പാടാൻ മാത്രമായിരിക്കും എന്നൊക്കെയുള്ള റിക്വസ്റ്റ് ചെയ്തല്ലേ. അപ്പോൾ അദ്ദേഹം അവരുടെ അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞിട്ട് പിന്നെ ടാബ് കൊണ്ടുവന്നു. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ലിറിക്സ് അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. അപ്പം 4 വരി അറിയാം എന്നുള്ളതല്ല. അപ്പം ഞാൻ വിചാരിച്ചു 4 വരി പാടിയിട്ട് നിർത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം ഓർക്കസ്ട്രേൻ്റെ അടുത്ത് പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ടാബ് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കംപ്ലീറ്റ് തെലുങ്കിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് തെലുങ്കാണോ കന്നഡയാണോ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അപ്പം ഇംഗ്ലീഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഇത് നോക്കാൻ കഴിയും. പക്ഷേ ഇത് പറ്റില്ല. പിന്നെ സാറ് ഒരു വീഡിയോ ഉണ്ട് സാറാണ്. ഇപ്പം നമ്മൾ സാറായിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ പുള്ളി 1 2 3 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ ഇതാക്കി കൊണ്ടുപോയി. അതാണ് കാര്യം. സത്യമായിട്ട് സീരിയസ്ലി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യത്തിൽ അതാണ് അത്. അതുപോലെ തന്നെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയത് മോഹൻ സിത്താർ സാറിൻ്റെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മോഹൻ സിത്താർ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എത്രയോ പാട്ടുകൾ നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാറിന്റെ ഏറ്റവും ഒരു എനിക്ക് ഓർക്കാൻ പറ്റിയ അയ്യോ അതാണ് അത് സാറിനെ പാടണം. അപ്പം ഇത് എൻ്റെ വൈഫിൻ്റെ ഒരു എൻ്റെ വൈഫിൻ്റെ കോളേജ് മേറ്റ് ഉണ്ട്, രചന എന്ന് പറഞ്ഞിട്ട്, രചന സുബ്രഹ്മണ്യം. അവർ തന്നെയാണ് അത് ലിറിക്സ് എഴുതിയതും ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അത് ഗുരുവായൂരപ്പൻ സോങ് ആണ് ആക്ച്വലി. അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് പിന്നെ ഞാൻ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ച്. ഞാൻ ബേസിക്കലി സംഗീതം പഠിക്കാത്ത ഒരാളാണ്, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം പക്ഷേ ഇപ്പോഴും ഞാൻ
അതിൻ്റെ കുറച്ച് ബാലപാഠങ്ങൾ ഞാൻ മധുമാഷിൻ്റെ അടുത്ത് പഠിക്കുന്നത്, നമ്മൾ പ്രണവ മധുമാഷിൻ്റെ, അദ്ദേഹമാണ് എൻ്റെ ഗുരു. അപ്പം പിന്നെ അദ്ദേഹം മോഹൻ സിത്താർ സാറിന് ഈ സംഗീതം പഠിച്ച ആൾക്കാരെ വേണം. അപ്പം കുറച്ച് അതിൻ്റെ അകത്ത് ഗമകങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ 1-2 പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞ് പാടിക്കൊടുത്തപ്പം പുള്ളിക്ക് എൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ടു. അപ്പം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു റെക്കോർഡിങ്. അല്ലല്ല, ഗുരുവായൂരപ്പൻ സോങ്, ആൽബം സോങ്, ഡിവോഷണൽ സോങ്. അപ്പോൾ അത് പിന്നെ അതിനുശേഷം ഞാൻ പാടുകയും അത് പിന്നെ അദ്ദേഹം സെലക്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഒരു വരികളെങ്കിൽ വലിയ പെട്ടെന്ന് ഓക്കെ. അൻപോടെ വന്നെൻ്റെ കരം പിടിക്കും തൻ്റെ ഗോശാല കാണാനാ സ്വീകരിക്കും. കണ്ടു ഞാൻ കുന്നോളം കഴിത്തൊട്ടിലും നിന്റെ അഴകിനാൽ ചാലിച്ച ചുമരുകളും ആൽത്തറയരികില കാത്തു നിൽക്കും കണ്ണൻ അമ്പലക്കടവിലും കൂട്ടുനിൽക്കും. ആലില പോലെൻ്റെ അകമൊന്നിളകുമ്പോൾ ആഴാത്ത് കോവിലേക്കാനയിക്കും, ആഴാത്ത് കോവിലേക്കാനയിക്കും. നല്ല ഫീലുള്ള അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര മധുചേട്ടനൊക്കെ അതിനകത്ത് ആ ഒരു ആൽബത്തിൽ പാടിയിരുന്നു. അതുപോലെ സിത്താര ഒക്കെ പാടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഏത് ചാനലിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? UBL എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഒരു മ്യൂസിക് പ്രോഗ്രാം ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു മീഡിയ പ്രൊഡക്ഷനിൽ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പ്രോഗ്രാംസ് ഒക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ അവയെ കോൺടാക്ട് ചെയ്യാം. ഷുവറായിട്ടും, തീർച്ചയായിട്ടും. അതുമാത്രമല്ല, നമ്മൾ ഇപ്പം ഞാൻ റീസെൻ്റ്ലി കഴിഞ്ഞ വർഷം ചിത്ര ചേച്ചീൻ്റെ പ്രോഗ്രാം ഞങ്ങളായിരുന്നു ചെയ്തിരുന്നത്, ഞങ്ങളുടെ കമ്പനിയായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ അതിന് മുന്നേ MG ശ്രീകുമാറിൻ്റെ പ്രോഗ്രാം, MG ഏട്ടൻ്റെ പ്രോഗ്രാമും അതിൻ്റെ അകത്ത് ഞാൻ പാർട്ട്ണറായിരുന്നു. അതുപോലെ തന്നെ അതിന് മുന്നേ പിന്നെ മെൻ്റലിസ്റ്റ് അതിൻ്റെയൊക്കെ പ്രോഗ്രാംസൊക്കെ മുന്നേ 2023 ഞാൻ പാർട്ട്ണറായിരുന്നു. അപ്പം അങ്ങനെ നല്ല പ്രോഗ്രാംസ്, നല്ല പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചിത്ര ചേച്ചീൻ്റെ എക്സ്പോ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു. ഭയങ്കര ഹ്യൂജ് പ്രോഗ്രാമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം വരാൻ വേണ്ടി പോകുന്നത് മമ്മൂക്കാൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട്, രാജകീയ എന്ന് പറഞ്ഞിട്ട്. അതിപ്പം അനൗൺസ് ചെയ്യുന്നുണ്ട്. ഓണം കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ഉള്ള പരിപാടികൾ നമുക്ക് അതിലെല്ലാം പാട്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇവൻറ്റിലൊക്കെ പാട്ടാവുക എന്നുള്ളത്. അപ്പോൾ ബാബുക്കയുടെ പ്രോഗ്രാമിൽ പാടിയെന്ന് പറഞ്ഞല്ലോ, ബാബുക്കയുടെ ഒരു പാട്ട് പാടിയല്ലോ. അപ്പം തീർച്ചയായിട്ടും ബാബുക്കയുടെ ഒരു പാട്ടോടെ ആയിക്കോട്ടെ. ഞാൻ ബാബുക്കൻ്റെ പാട്ട് ഞാൻ അവിടെ പാടിയത് ചന്ദ്രബിംബം നെഞ്ചിലേറ്റുമായിരുന്നു. പക്ഷെ ഞാനിപ്പം എനിക്ക് ബാബുക്കൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമൊരു പാട്ടുണ്ട്. അപ്പം അവൾ എപ്പോഴും പാടാൻ പറയുന്ന ഒരു പാട്ടാണ്. അപ്പം ആ പാട്ട് ഞാൻ പാടാം. ആര്യക്ക് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും. പക്ഷെ ഇതിൻ്റെ വരികൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ഉണ്ട് കേട്ടോ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ, കാണാനുള്ളത് കരളിൽ പകരാ, കാണാനുള്ളത് കരളിൽ പകരാ, ഞാനുണ്ടല്ലോ ചാരേ കണ്ണാ, ഞാനുണ്ടല്ലോ ചാരേ. ചന്ദ്രബിംബം ഒരു 2 ലൈനിലൊന്ന് പാടും. ഓക്കെ. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്,
കാളിദാസൻ കണ്ടെടുത്ത കണ്ണിമാനേ കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ട തെങ്ങിനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതാ ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ പ്രോഗ്രാംസിന് മലയാളം പാട്ടുകൾ മാത്രമേ പാടുള്ളൂ, അതോ എങ്ങനെയാണ് അബിയുടെ ഒരു സെലക്ഷൻ ഓഫ് സോങ്സ്? ഏത് ടൈപ്പ് പാട്ടുകളാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം പാടുന്നത് തന്നെ ഞാൻ അങ്ങനെ ഞാൻ ഇപ്പോൾ 1-2-3 പ്രോഗ്രാംസിൽ പാടുമ്പോഴാണ് മലയാളത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചെയ്യുന്നത്. പക്ഷെ എന്നെ തമിഴ് സിംഗറായിട്ടാണ് എപ്പോഴും ഇവിടെ അറിയപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ SP സാറിൻ്റെ പാട്ടുകളാണ് കൂടുതലായിട്ട് പാടുന്നത്. അപ്പം എന്നെ വിളിക്കുന്നവരെല്ലാവരും ആ ഒരു ജോണറിലുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും പാടുന്നത്. ഇപ്പം ഞാൻ കുറച്ച് പ്രൈവറ്റ് ഷോസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്, അൺപ്ലഗ്ഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ അപ്പം എൻ്റെ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ഒരു തമിഴ് സിംഗറായിട്ടാണ് എല്ലാവരും എന്നെ അറിയപ്പെടുന്നതല്ലേ. ഇപ്പോൾ UAE SPBയുടെ പാട്ടുകൾ പാടുന്ന ഒരു ആളായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നെ അയ്യോ അങ്ങനെ പറയരുത്. കാരണം വെച്ചാൽ നമ്മുടെ ശരത്തേട്ടനൊക്കെ വെച്ചാൽ ഇവിടെ അറിയാലോ, ശരത്തേട്ടനൊക്കെ ഇവിടെ എന്നെ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്നതും അദ്ദേഹത്തിന്റെ പാട്ടുകളാണ്. ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നതും അദ്ദേഹത്തിന്റെ പാട്ടുകളാണ്. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം തൂവാനത്തുമ്പിക എന്ന് പറഞ്ഞ രാജീവേട്ടൻ്റെ പിന്നെ പ്രോഗ്രാമിൽ തന്നെ പാടാൻ വേണ്ടി ഇവിടെ SPന്റെ പാട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അതാണ്. അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന SPBയുടെ ഒരു പാട്ട്? തീർച്ചയായിട്ടും. എനിക്ക് ഞാൻ ഏത് സ്റ്റേജിലായാലും ഞാൻ ഇൻട്രോ പാടുന്നൊരു പാട്ടാണ് ഇളയനില. അത് ഞാൻ ഇപ്പം എവിടെ പോയി കഴിഞ്ഞാൽ എന്നോട് പറയും, നീ ഇളയനില പാടരുത്. അപ്പോൾ അതാണ്. പക്ഷെ എനിക്ക് ഒരു സ്റ്റേജിൽ ആദ്യം നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാടുന്ന പാട്ടുകളെല്ലാം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടും. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ. മനസ്സിലായില്ലേ? അല്ല, അതുകൊണ്ടൊന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. എനിക്ക് എപ്പോഴും പാടാൻ എനിക്ക് ആ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം എനിക്ക് ഇത്രയെന്ന് പറഞ്ഞറിയാൻ പറ്റില്ല. SP സാറിൻ്റെ തന്നെ ഈ പാട്ടുകൾ, രാജാ സാറിൻ്റെ സംഗീതം. ഇപ്പം രാജാ സാറിൻ്റെ പാട്ട് പാടിയില്ലല്ലോ. അപ്പോൾ എന്തായാലും SP സാറും രാജാ സാറും കൂടെ ഒരു കോംബോ എന്ന് പറയുന്നത്. മുകിലിനങ്ങൾ അലകിറതേ മുഖവരികൾ തൊലിതനവോ മുഖവരികൾ തവറിയതാ അഴുതിടുമോ അത് മഴയോ മുകിലിനങ്ങൾ അലകിറതേ മുഖവരികൾ തൊലിതനവോ മുഖവരികൾ തവറിയതാ അഴുതിടുമോ അത് മഴയോ നീലവാനിലേ വെള്ളിയോടകൾ ഓടുകിன்றதே என்ன ஜாடைகள் விண்வெளியில் விதத்தது யார் நவமணிகள் இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே വിഴാ കാണുമേ വാനമേ. വെറുതെ അല്ല കേട്ടോ പ്രേക്ഷകർ SP സാറിന്റെ പാട്ട് പാടാൻ പറയുന്നത്. ശരിക്കും സ്റ്റാർട്ടിങ് ഞാൻ ആക്ച്വലി അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്നതല്ല കേട്ടോ. ചില ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ. പക്ഷെ ഞാൻ എങ്ങനെയാണോ ഇതാക്കുന്നത് ആ രീതിയിൽ വരുന്നതല്ലേ ഓട്ടോമാറ്റിക്കലി വരുന്നത്. അദ്ദേഹത്തിന്റെ പാട്ട് പാടുമ്പം അങ്ങനെ ഒരു നമുക്ക് ഒരു ഭയങ്കര ഒരു എനർജി വരും. പിന്നെ നമുക്ക് അദ്ദേഹം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സിംഗറാണല്ലോ. ഏത് മനുഷ്യനും ഇഷ്ടപ്പെടുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിൽ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം ഇനി. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പരിപാടി ഗാനാമൃതം പരിപാടിക്ക് എൻ്റെ എന്താ പറയണ്ടേ എല്ലാവിധത്തിലുള്ള ആശംസകളും. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് എപ്പിസോഡ് നല്ല നല്ല കലാകാരന്മാരെ നിങ്ങൾ പരിചയപ്പെടുത്തട്ടെ. അവർക്കും ഇതുപോലെ നല്ല അവസരങ്ങളെല്ലാം വരട്ടെ ഇതിൽ കൂടെ. അപ്പം എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിനും ഒരുപാട് സന്തോഷം. എസ്പെഷ്യലി ഷാജിയേട്ടൻ ബ്രദറിനെ പോലെയാണ്. അപ്പം അദ്ദേഹത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഗാനാമൃതത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇപ്പോൾ ഡെൽമ കൊടുക്കുന്ന ഒരു
ഗിഫ്റ്റ് വോച്ചറാണ്. 100 dirhamsൻ്റെ ഗിഫ്റ്റ് വോച്ചർ. നിങ്ങൾക്ക് ഡെൽമയിൽ പോയിട്ട് 100 dirhamsന് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണോ എടുക്കാം. തീർച്ചയായിട്ടും ഷുവറായിട്ട്. താങ്ക് യു.